ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ചരക്ക് നീക്കം പ്രതിസന്ധിയിലായ വമ്പൻ ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നു എന്ന ഒരു പോസിറ്റീവായ കാര്യം കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. 10ലേറെ കമ്പനികളാണ് മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ നീക്കത്തിന് വിഴിഞ്ഞത്തെ അദാനി തുറമുഖത്ത് അനുവാദം തേടിയത്. 300ഓളം രാജ്യാന്തര കപ്പലുകളാണ് യുദ്ധം തുടങ്ങിയ ശേഷം മാത്രം വിഴിഞ്ഞത്ത് വന്നുപോയത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കെടുതിയിലാണ് ലോകം മുഴുവൻ. പക്ഷേ ആ യുദ്ധം കൊണ്ട് പാചകവാതകമില്ലാതെ നമ്മുടെ നാട്ടിലെ നാടൻ തട്ടുകടകൾ വരെ വലിയ ദുരിതത്തിലായിരിക്കുമ്പോഴും യുദ്ധം കൊണ്ട് കോളടിച്ച ഒരു മേഖലയുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. മറ്റെങ്ങുമല്ല, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ഈ തുറമുഖത്തേക്ക് ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകൾക്ക് യാത്രാപഥം കൃത്യമായി സുഗമമല്ലാത്തതിനാൽ ചരക്ക് നീക്കത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് രാജ്യാന്തര കപ്പൽചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞത്തേക്ക് ഏത് വിധേനയും എത്തി ഇവിടെ ചരക്കിറക്കുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചുകൊണ്ട് 10ഓളം രാജ്യാന്തര കമ്പനികൾ ഇതിനോടകം വിഴിഞ്ഞം അദാനി പോർട്ട് കോർപ്പറേഷനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിലവിലത്തെ സ്വാഭാവികമായ തിരക്കുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം മാത്രമേ ഏതാണ്ട് 295 മുകളിൽ കപ്പലുകൾ ചരക്ക് നീക്കത്തിന് ഇവിടെ എത്തിയെന്നാണ് കമ്പനിയുടെ അവകാശവാദം. അതിൽ തന്നെ ഏതാണ്ട് 18 ലക്ഷത്തിന് മുകളിൽ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിക്കഴിഞ്ഞു. അതിനിടയിലാണ് ഈ 10 കമ്പനികളുടേതായി 100ഓളം കപ്പലുകൾ കൂടി ഇവിടേക്ക് ചരക്കിറക്കുന്നതിന് വേണ്ടി സമയം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബർത്ത് അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം അത്രയും വലിയ തിരക്കുള്ള ചരക്ക് നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്തെ മറ്റ് മുംബൈ തുറമുഖത്തോ അല്ലെങ്കിൽ മറ്റ് ഒരു തുറമുഖത്തും ഇല്ലാത്ത സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആഴം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. അതുകൊണ്ട് തന്നെ ഈ വൻ കപ്പലുകൾക്ക്, മദർഷിപ്പുകൾക്ക് സുഗമമായി തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനും ചരക്ക് ഇറക്കാനുമൊക്കെ കഴിയും. അവിടെ നിന്ന് മറ്റ് ചെറു തുറമുഖങ്ങളിലേക്ക് ചെറിയ കപ്പലുകൾ ഇവിടുന്ന് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചതിന്റെ പ്രതിസന്ധി പരിഹരിക്കാനായി MSCക്ക് പുറമെ, MSC നേരത്തെ തന്നെ ഈ അദാനി പോർട്ടുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. ഹ്യുണ്ടായി ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളുടെ മദർഷിപ്പുകൾ ഇവിടേക്ക് എത്തിക്കുന്നതിനാണ് അവർ അനുവാദം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പലുകൾക്ക്, ഇങ്ങനെ അനുവാദം ചോദിച്ചിരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും ഇവിടെ ചരക്കിറക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഇവിടുത്തെ ബർത്തിന്റെ പരിധി, ആ ശേഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും കപ്പലുകൾ നേരത്തെ തന്നെ ഇവിടെ സ്ലോട്ട് കാത്തു കിടക്കുകയാണ്. അതിനിടയിൽ പുതിയ കപ്പലുകൾക്ക് ഇവിടെ ചരക്കിറക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഈ തിരക്ക് ഇങ്ങനെ അഭൂതപൂർവമായി വർദ്ധിച്ചു വരുന്നത് അത് രാജ്യാന്തര തലത്തിൽ തന്നെ നേരത്തെ അതിന്റെ പ്രകൃതിദത്തമായ ആഴം കൊണ്ടൊക്കെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളോടൊക്കെ കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം മാറും ഭാവിയിൽ എന്ന് ഉറപ്പാക്കാവുന്ന തരത്തിലുള്ള ചരക്ക് നീക്കമാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ഈ തുറമുഖ വകുപ്പ് അധികൃതരും അതോടൊപ്പം വിഴിഞ്ഞം പോർട്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വലിയ തിരക്കിനെ അല്ലെങ്കിൽ വലിയ ഡിമാൻഡിനെ നോക്കിക്കണ്ട്. കാരണം ലോകത്ത് വീണ്ടും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊക്കെ വിഴിഞ്ഞം ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അതിന്റെ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആഴം എത്ര വലിയ കപ്പലുകൾക്കും ഈ തീരത്ത് സുഗമമായി അടുത്ത് ചരക്കിറക്കി മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അതിനോടൊപ്പം ഓരോ ദിവസവും ഏതാണ്ട് 200ഓളം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രാജ്യാന്തര കപ്പൽചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞം തുറമുഖം അതിന്റെ സ്വാഭാവികമായ സവിശേഷതകൾ കൊണ്ട് തന്നെ ലോകത്തിന്റെ ശ്രദ്ധ നേരത്തെ പിടിച്ചുപറ്റിയതാണ്. അപ്പോഴാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചത് മൂലമുണ്ടായ വലിയ തിരക്ക്, വലിയ ആവശ്യകത അത് ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞത്തിന് വീണ്ടും ഡിമാൻഡ് കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിലും വലിയ ഒരു വികസന പാന്താവിലേക്കുള്ള വഴിത്തിരിവായി നിലവിലെ സാഹചര്യങ്ങൾ മാറുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.